Hi everyone, welcome back to Kavitha's Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വറുത്തരച്ച സാമ്പാർ. സാമ്പാറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കാർക്കും ആവശ്യമില്ല. എന്നാലും സാമ്പാറിനെ പറ്റിയിട്ടൊരു കഥ ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണ് കേട്ടത്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് സാമ്പാർ നമ്മുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ മാത്രമൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു മറാഠ റൂളർ സംഭാജി അയാളുടെ പേര്, അയാളുടെ ഷെഫില്ലാത്ത സമയത്ത് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി. അപ്പോൾ ആ പരിപ്പ് കറിയിൽ അയാൾ എന്താ പറയുക പുളി ഒഴിച്ചു. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്ത കാരണം. പക്ഷെ അപ്പോൾ അങ്ങനെയാണ് സാമ്പാർ അയാളുണ്ടാക്കിയ ആ കറിയിൽ നിന്നാണ് സാമ്പാറിൻ്റെ തുടക്കം. അയാളുടെ പേര് സംഭാജി എന്നായതുകൊണ്ട് ഇതിന് സാമ്പാർ എന്നുള്ള പേരും വന്നു. അപ്പോൾ ചിലർക്കത് അറിയുണ്ടാവും. പിന്നെ ഒരു ഫൺ ഫാക്റ്റ് ആയ കാരണം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കെന്തായാലും വറുത്തരച്ച സാമ്പാർ, തേങ്ങ വറുത്തരച്ച് സാമ്പാർ പൊടി ഉപയോഗിക്കാതെയുള്ള സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. വറുത്തരച്ച സാമ്പാർ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് 1/2 കപ്പ് തോരപ്പരിപ്പും പിന്നെ 1 പിടി കടലപ്പരിപ്പ്, ഇത് ഓപ്ഷണലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഉപ്പ് ഇടുന്നില്ല. ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരിപ്പ് ശരിക്കും വേവില്ല. അപ്പം അതാണ് കാരണം. ഇതിലേക്ക് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിതിനെ വേവിച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാത്രത്തിലിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, എണ്ണ ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ ഉലുവ, അതിൽ കൂടുതൽ വേണ്ട. എന്നിട്ട് ചെറിയ തീയിൽ, എണ്ണയ്ക്ക് ചൂടുണ്ട്, അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് ഇത് കരിഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ അതിനെ ഒന്നിങ്ങനെ വറുത്തെടുക്കണം. അപ്പോൾ ഒരു നല്ല മണം വരും, വെളിച്ചെണ്ണയും ഉലുവയും ഒക്കെ കൂടി ആയിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പം ഇതാണ് വലിയൊരു നല്ല ഫ്ലേവർ ആ സാമ്പാറിന് കിട്ടാൻ പോണത് ഈ ഉലുവ കാരണമാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേ ബ്രൗൺ എന്തായാലും ആവണം കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് കയ്പ്പ് ചൊയ വരും. ആ ഉലുവയുടെ ആ ഒരു ചൊയ ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ബ്രൗൺ നിറമാവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കതെടുത്തിട്ട് ഞാനിപ്പോൾ അരയ്ക്കാനുള്ള ബാക്കി അരപ്പൊക്കെ അരയ്ക്കാനുള്ള മിക്സിയിലേക്ക് തന്നെയാണ് അതിനെ മാറ്റുന്നത്. എൻ്റെ അമ്മയൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പം ഈ എണ്ണയിൽ തന്നെ സാമ്പാറിന് ആവശ്യമുള്ള കായം ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് ഈ അരപ്പിൻ്റെ കൂടെ അത് ഒരുമിച്ച് അരച്ചിട്ട് ആണ് സാമ്പാറിൽ ചേർക്കുക. ഞാൻ പക്ഷേ നേരിട്ടാണ് ചേർക്കാറ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഉലുവയുടെ നിറം. അപ്പോൾ ഏകദേശം ഈ കളറാകുമ്പോഴാണ് നമ്മൾ വറുത്ത് മാറ്റേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കായം നിങ്ങൾക്ക് നേരിട്ട് കറിയിലേക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ വറുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഇതേ എണ്ണയിലാണ് ഇനി തേങ്ങ വറുക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ട് വരാം. ഞാൻ 1 കപ്പ് ചിരവിയ തേങ്ങ, ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി നടുവേ ചീത്തിയത്, ഒരു 3 കണ്ട് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇവിടെ തന്നെ നിന്ന് മൂപ്പിച്ചെടുക്കണം, കാരണം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് നന്നായി വറുത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയും മുളകൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മല്ലിക്കുരു വേണമെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടാം. ഞാനിവിടെ മല്ലിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ല വലിയ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മളെപ്പോഴും ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് വറുക്കണം, കാരണം എന്ന് വെച്ചാൽ അതിനാണ് ഒരു കുത്തൽ മണം ഉണ്ടാവുക. അപ്പോൾ അത് പോകാനായിട്ട് ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട്
കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം പോയി എന്നുള്ള സ്ഥിതിയിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ. കൂടുതൽ മുളക് പൊടി ആയാലും ഭയങ്കര എരിവായിട്ട് അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആ ഒരു കണക്കിൽ. അപ്പോൾ മുളക് പൊടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി. നല്ല എരിവുള്ള കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടത് കേട്ടോ. എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ 3/4 1 ടീസ്പൂൺ വരെ ഇടാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. കൂടുതൽ നമ്മൾ അടുപ്പത്ത് അധികം നേരം വെച്ച് അത് കരിഞ്ഞ് പോകണ്ട. അപ്പോൾ ഞാനിത് മാറ്റി ഇതിനെ മിക്സിയിലേക്ക് മാറ്റിയിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഇത് മിക്സിയിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉലുവ ഉണ്ട് അതിലിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പമാണ് ഇത് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ മസാല അരച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതോടൊപ്പം മിക്സി കഴുകിയിട്ടുള്ളൊരു വെള്ളവും ഒഴിച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ സമയത്ത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. കാരണം പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പം പിന്നെ ആഡ് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 2-2.5 കപ്പോളം വെള്ളമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ സമയത്ത് മൂടി വെച്ചിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ എല്ലാ പച്ചക്കറികളും ഈ സമയം കൊണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടാവണം. അതുകൂടാതെ നമ്മളിപ്പം ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾ സാമ്പാറിൽ വെണ്ടയ്ക്ക ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ നേരിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആകെ കുഴഞ്ഞ് സാമ്പാർ ആകെ വല്ലാതെ കൊഴുത്തു പോവും. അപ്പം ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വഴറ്റിയാൽ മതി. ഈ സമയത്ത് നമ്മുടെ സാമ്പാറിൻ്റെ അരപ്പ് ഒരുവിധം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ 2 സാധനങ്ങളാണ് ഈ പോയിന്റിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അതായത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ്, അത് നേരത്തെ ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി പിഴിഞ്ഞതിൻ്റെ ജ്യൂസ്, പുളിയുടെ വെള്ളം, അത് രണ്ടും ഇതിൽ ആഡ് ചെയ്ത് ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഓരോരോ പച്ചക്കറികളായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 കഷ്ണം കായം, ഏകദേശം 1 ടീസ്പൂൺ എന്ന് വിചാരിക്കാം. അത് ഇട്ടിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം അതൊരു തള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിലിടയ്ക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴറ്റിയാൽ മതി. ഇത് ഏറ്റവും ലാസ്റ്റിലേ നമ്മൾ ചേർക്കുള്ളൂ. മറ്റ് പച്ചക്കറികളുടെ കൂടെ ഇതിനെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടിപ്പം തിളച്ചിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ച് ചെറുതാക്കാം. എന്നിട്ട് ഇതിൽ വേവ് ഏതിനാണ് ആദ്യം കൂടുതലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ പച്ചക്കറി ഇടാൻ. ഞാനിതിൽ ആദ്യം മുരിങ്ങക്കായും കുമ്പളനും ഇട്ടു. അത് ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ അടുത്തത് ഇടുന്നുള്ളൂ. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇനി അടുത്ത 2 സാധനങ്ങൾ, അതായത് ഞാനിപ്പോൾ ഇവിടെ വഴുതനങ്ങയും തക്കാളി, അത് രണ്ടും ഈ സമയത്ത് ആഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾ ക്യാരറ്റ് ഇതിലിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റേ മുരിങ്ങക്കായുടെ ഒക്കെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ 1 തക്കാളി, 2 പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് ഇടുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പിടുന്നുണ്ട്. നമുക്കതിനെ മൂടി വയ്ക്കാം. ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അത് നല്ലോണം വാടിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ചെറിയ ഇങ്ങനത്തെ കുറച്ച് കരിഞ്ഞടയാളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. വെണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിത് തിളപ്പിക്കാറില്ല. കാരണം അപ്പോൾ അത് ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ പോയി വല്ലാതെ കുഴഞ്ഞു പോകും. അത് ആ ചൂടിൽ തന്നെ വെന്തോളും. അപ്പം നമുക്കിതിനെ മൂടി വയ്ക്കാം. അടുപ്പ് ഓഫ് ചെയ്തു. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച മല്ലിയില ചേർക്കാം. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് സാമ്പാറിൽ. ആ മല്ലിയിലയുടെ ഫ്ലേവർ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിപ്പോൾ പച്ചക്കറിയൊക്കെ നല്ല കറക്റ്റ് വേവിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. ഇതും ഇതിലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തിടുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 മുളക്, അത്യാവശ്യം കറിവേപ്പില. നമുക്ക് സാമ്പാറിലേക്ക് ഇടാം. എന്നിട്ട് അങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.